യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിൻ്റെ പുതിയ ഇൻട്രോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകും? ഈ ഇൻട്രോ അല്ല, നിങ്ങളിപ്പോൾ കുറച്ച് മുന്നേ കണ്ട ഇൻട്രോ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഞാൻ വണ്ടി പോണച്ചേക്കും. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനിയൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഒരു സ്ഥലം വരെ പോകണം. സ്ഥലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്കാണ്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെയല്ല, കുറച്ച് അങ്ങോട്ട് പോകണം. അപ്പോൾ അജുവിൻ്റെ ഒരു കാക്കയായിട്ട് വരും, അതിൻ്റെ അടുത്തേക്കാണ് പോണത്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പല്ല് കാണിക്കാനാണ്. എൻ്റെ പല്ല് നിങ്ങൾക്ക് കൂടുതൽ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ പല്ല് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഇങ്ങനെ നോക്കുമ്പോൾ അറിയണ്ടോ വെച്ചറിയില്ല, പക്ഷേ എനിക്ക് ഉള്ളിലൊക്കെ നല്ല പ്രശ്നമുണ്ട്. ബ്ലഡ് വരിക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുന്നേ കമ്പി ഇട്ടതാണ് പല്ലിൽ. 4 പല്ല് പറിച്ച് ഞാൻ കമ്പി ഇട്ടു. എന്നിട്ട് എന്താ ഉണ്ടായി? എന്നിട്ട് ആകെ പല്ലിൽ കമ്പിട്ടത് ഈ ഒരു പല്ല് കണ്ടോ? ഈ ഒരു പല്ല് താഴാൻ വേണ്ടിയിട്ടാണ് കമ്പിയിട്ട്. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് നോക്കാൻ വലിയ പ്രശ്നമില്ലാണ്ടോ. ഇവിടെ നോക്കുമ്പോൾ ഉഷാറാണ്. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ എൻ്റെ ഈ പല്ല് പൊന്തിയിട്ടാണ്. അത് ഇങ്ങനെ കുഴപ്പമില്ല, പക്ഷെ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ നേരിട്ട് എന്നെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകും എൻ്റെ ഈ പല്ല് ഭയങ്കരമായിട്ട് പൊന്തിയിട്ടാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്താണ്ട് ഈ പല്ലിൻ്റെ കളർ വ്യത്യാസം കണ്ടോ? അത് വലിയൊരു കഥയാണ്. അത് ഞാൻ പിന്നെ ലോങ്ങായിട്ട് പിന്നെ പറയാം. പിന്നെ ഇതാണ്ടോ, പല്ല് കമ്പിട്ടിട്ട് ഈ ഒരു ഗ്യാപ്പ് നല്ല ഇവിടെ നിന്ന് ഇത്ര ഉള്ളെങ്കിലും ഉള്ളിൽ നിന്ന് നല്ല ഗ്യാപ്പ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കമ്പി സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം പോയിന്ന് അവിടുത്തെ ആൾക്കാർ ഇന്നെ വെച്ച് പഠിച്ചു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഓല് ഇന്നെ വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇതെന്താ എപ്പോഴാണ് മാറുക, എപ്പോഴാണ് പോലെ ഒറ്റ കമ്പി ഇട്ടിട്ട് മാറും. ഒറ്റക്കമ്പി ഊരിയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഞാൻ എന്തായാലും നല്ലൊരു ഡോക്ടറെ കാണിക്കാമെന്ന് കരുതി അങ്ങനെ അതിന് വേണ്ടി പോകണം. ഞാൻ ഒന്നും കൂടി കമ്പിടാൻ പറയുമോ, ഇനി പല്ല് പറിക്കേണ്ടി വരുമോ ഒന്നും വെച്ചറിയില്ല. അപ്പം അതിൻ്റെ ചെറിയ ടെൻഷൻ ഉണ്ട്. പല്ല് പറിക്കാൻ പറയുമോ, കമ്പിടേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ഉണ്ട്. ഇനി എന്താണെങ്കിലും പോയി നോക്കിയിട്ട് തീരുമാനിക്കാമെന്ന് കരുതി. പിന്നെ ഈ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് നിന്ന് ഒരുമാതിരി ബ്ലഡ് ഇങ്ങനെ വരിക, അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പം എന്തായാലും പോയി നോക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. ഇനി മാറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ പോകും. ഇപ്പോൾ 3 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇൻട്രോ എടുത്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും ഞാൻ പോകുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോക്ക് പോകണ മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോയാലോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഷാൾ വൈറ്റ്, റോസ് ഡ്രസ്സ്, വൈറ്റ് ബാഗ്, അതേപോലെ വൈറ്റ് പാൻറ്റ്. അടിപൊളിയല്ലേ? അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ പല്ലിൻ്റെ ഒരു ക്ലോസപ്പ് കാണിച്ചു തരാം. ഇതുണ്ടോ കണ്ടോ? ഈ ഒരു പല്ലാണ് ഡാമേജ് ഉള്ള പല്ല്. അത് നമുക്ക് എന്തെങ്കിലും കവറിങ് ചെയ്യാം. കണ്ടോ ഈ പല്ല് കണ്ടോ? ഇത് കമ്പിട്ടിട്ട് താന്നില്ല. 4 പല്ല് പറിച്ചത് തുച്ഛ. ഈ കണ്ടോ? അപ്പം നമുക്ക് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അവിടെ എല്ലാവരും ഉണ്ട്. അപ്പം പോവാൻ നോക്കാം. മഴ ഞങ്ങളെ കൊണ്ട് പോകും. ഔട്ട്ഫിറ്റ് ഞങ്ങളെ കൊണ്ട് പോകുള്ളൂ. മഴ കണ്ടോ? ഹോസ്പിറ്റലിലെത്തി. ഫസ്റ്റ് കണ്ടോ?
ഇത് വലുതാക്കാരം ഇത്ര വലുത് വേണ്ട. ഹലോ ഹലോ ഹീറോ ഇതില് ചെറുത് ഉണ്ടാവില്ല. കുമാറിനോട് ലാസ്റ്റ് നമ്മളിതെടുത്തു. ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു തെറ്റലൊക്കെ ഉണ്ടായി ഞങ്ങൾ തമ്മിൽ. മഴയാണോ ജോ? ഹായ് ഗായ്സ്, ഇന്നലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഇന്നലെ എടുക്കുന്ന വീഡിയോ അല്ല ഇത് പിറ്റേ ദിവസം എടുക്കുന്ന വീഡിയോ ആണ്. കാരണം ഇന്നലെ വീഡിയോ അവസാനിപ്പിക്കാനുള്ള ഇതുണ്ടായിരുന്നില്ല, അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് രാവിലെ ഒരു 11 മണിക്ക് മഴ, 11 മണി വരെയൊക്കെ മഴ ഉണ്ടായിരുന്നു. പിന്നെ മഴ നിന്നു. പിന്നെ മഴ പെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒന്നും പോവാന്ന് കരുതി. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകായിരുന്നു. ദൂരമുണ്ട് ഇവിടുന്ന്. എടത്തനാട്ടരാണ് ഹോസ്പിറ്റൽ. ഇവിടുന്ന് കുറച്ച് ട്രാവലിങ്, റോഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് പോകാമെന്ന് കരുതി. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എവിടേക്കെങ്കിലും ഇറങ്ങാൻ നിന്നാൽ എൻ്റെ അപ്പം ഉള്ളൊരു സാധനമാണ് മഴ. അപ്പോൾ ഒന്നില്ലെങ്കിൽ മുട്ട വെയിലാക്കാറ്, അല്ലെങ്കിൽ മഴ. ഈ ഒരു ശാന്തമായ ഒരു ക്ലൈമറ്റ് എനിക്ക് കിട്ടലില്ല. അത് ഇന്നുണ്ടായ അവസ്ഥ. ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയൊക്കെ പെരും മഴ. പിന്നെ പകുതിയോളൊക്കെ നേരെ പോയി, പകുതി എത്തിയിട്ടില്ല, ആ ഭാഗം എത്തിയിട്ടുള്ളൂ. അപ്പത്തിനും പെരും മഴ. പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ പ്രശ്നം ഉണ്ടായത്. പിന്നെ ഹോസ്പിറ്റലിൽ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പല്ലിൻ്റെ നിരകളൊക്കെ തെറ്റിക്കണം, താഴ്ത്തി മേലത്തെയൊക്കെ തെറ്റിക്കണം. പിന്നെ ഉള്ളിൽ ഗ്യാപ്പുണ്ട്. അപ്പോൾ ഒറ്റ കമ്പി വെച്ചിട്ട് പ്രഷർ കൊടുത്തിട്ട് താത്താൻ പറ്റുമോ നോക്കി നോക്കണം എല്ലാ പല്ലിനെയും. അങ്ങനെ താത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉള്ളിൽ കമ്പിയുണ്ട്, ആ കമ്പി അയച്ചിട്ട് ഓരോ പല്ലിനായിട്ട് താഴ്ത്തേണ്ടി വരും. അപ്പോൾ ഒറ്റ കമ്പിക്കുള്ള അളവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഹസ്ബൻഡിനോട് ഞാൻ പല ഡോക്ടറിൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കൊണ്ട് പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് ചെയ്യണത്. അപ്പോൾ എൻ്റെ മാപ്പിള എടുക്കുക എങ്ങനെ അറിയോ, എനിക്ക് മടിയാട്ടോ പറഞ്ഞു. പിന്നെ എങ്ങനെ എടുക്കണത് എങ്ങനെ അറിയോ, അറിയാത്ത പോലെ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ഒളിഞ്ഞിട്ട് അങ്ങനെ വാതിലിൻ്റെ ഇടയിലൊക്കെ പോയി നിന്നിട്ട് എടുത്തതാണെങ്കിൽ ഇതാ ഇങ്ങനെ. നമുക്ക് ഇങ്ങനെയല്ലേ വ്ളോഗ് സൈസ് അല്ലേ വേണ്ടത്, പോർട്രേറ്റ് സൈസ് പോയി എടുത്തുക്കണം. കുഴപ്പമില്ല, അതിൽ കൊടുക്കുക. പിന്നെ അതും പോരാണ്ട് വരുന്ന വഴി എത്രങ്ങാനും മരങ്ങൾ, എത്രങ്ങാനും പോസ്റ്റുകളാണ് വീണിക്കണ വെച്ചിട്ടാ. ഭയങ്കര അപകടമായിരുന്നു. പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ യാത്ര ചെയ്യല്ലേ അപ്പം നമുക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ വ്ളോഗ് എടുക്കാൻ തന്നെ പറ്റില്ല ഒന്നും. കാരണം റെയിൻകോട്ട് എടുക്കുകയാണ്, അതിൻ്റെ ഉള്ളിലാണ് ബാഗ്, അതിൻ്റെ ഉള്ളിലാണ് ഫോണ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ അതും പോരാതെ എവിടെയും കറണ്ട് ഇല്ല. ആകെ മൊത്തത്തിൽ ഇരുട്ടിട്ടോ, ഉള്ളിൽ കറണ്ട് ഇല്ല. ഞാൻ വീട്ടിലേക്ക് പോയി സാധനങ്ങൾ എടുക്കാൻ, അവിടെ കറണ്ട് ഇല്ല. പിന്നെ അപ്പോൾ അതെങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യുക? അപ്പം ഞാൻ കരുതി ഇങ്ങനൊരു ഇത് ഇപ്പം തരാമെന്ന്. അതുകൊണ്ടാണ് ഇത് തന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ.